ഹുസൈന ഹുസൈന എന്ന് പറയുന്ന ആ പാട്ട് അതിൻ്റെ പിന്നിൽ ഉള്ള കഥ ഭയങ്കര രസമാണ്. എൻ്റെ ആദ്യത്തെ പാട്ടാണത്. ആദ്യമായിട്ട് സിനിമയിൽ ഓർക്കസ്ട്രേഷൻ ചെയ്ത് പുറത്തിറങ്ങിയ പാട്ടാണ്. 1 2 3 4 സോങ് ലോലിപോപ്പില്. എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടാണ്. ഇഷ്ടല്ല? ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. ഇപ്പൊ എന്നെ ആളുകൾ പിടിച്ച് തല്ലും. ഇല്ല, ഇഷ്ടമല്ല ഞാൻ പറഞ്ഞാല് അതിനെന്താ, നമ്മള് ചെയ്തൊരു വർക്ക്. അങ്ങനെയല്ല, ഞാൻ ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ എനിക്ക് അവകാശമൊന്നുമില്ല. ഇപ്പൊ ജനങ്ങളുടെ പാട്ടാണത്. അതായത് ചിത്ര നല്ല പാട്ടുകാരിയാണെന്നൊക്കെ അറിയാം. പക്ഷെ അതിലൊരു ഹിന്ദി പോർഷൻ ഉണ്ട്. ആ പോർഷൻ സംഗീത എന്ന് പറഞ്ഞൊരു കുട്ടിയെ പാടിയത്. അവര് പറഞ്ഞു ആ ഹിന്ദി പോർഷൻസ് പാടിയേക്കണം, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ കുട്ടി, അതിൻ്റെ തന്നെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അത് ഒരു സിംഗറും പറയാത്തൊരു കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട നേരം ഓപ്പോസിറ്റുള്ള സംഭവം ഉണ്ടായി. അതിലെന്തോ രാഷ്ട്രീയ കളി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ഭാഷയിൽ സിനിമയില് എന്റെ കൽപ്പിള വെച്ചിട്ട് ഒരു പാട്ട് കണ്ടപ്പോട്ട് അവന് ഭയങ്കര വിഷമം. സാറ് കേസ് കൊടുക്കണം അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. അവൻ ആ ശരിയുടെ മോനെ അവനെ സ്വാഭാവിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാ പാട്ടുകളും സമയമൊന്നും അധികം കൊടുക്കാറില്ല. ഇല്ല, സമയം കൂടുതൽ കൊടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പുണ്യവാൻ ഇസാക്കിനുണ്ടായ 2 മക്കൾ കുറെ സമയം എടുത്ത് ചെയ്യേണ്ടി വന്നു. തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ച് കിടത്തല്ലേ മിടിക്കി പെണ്ണെ ദേപ്പിടപെട അടിക്കണ ഹാത്ത്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പറയാൻ ഏറെയുള്ളപ്പോൾ കേൾക്കാൻ അതിലേറെയുമ്പോൾ മൈസോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരാണല്ലേ. ഈ പാട്ടിനെല്ലാം ജീവനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പാട്ടിന് ജീവൻ കൊടുക്കുന്നത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കേൾക്കുകയോ ചെയ്യാത്ത ഒത്തിരി അധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കലാലയ ജീവിതത്തിലെല്ലാം കുറച്ചുകൂടെ മനോഹരമാക്കിയ, അത് ഏത് തരത്തിലായിക്കോട്ടെ, റൊമാൻറ്റിക് സോങ്സ് ആയിക്കോട്ടെ, ഫീൽ ഗുഡ് ആയിക്കോട്ടെ, അടിച്ചുപൊളി ആയിക്കോട്ടെ, ഇതിലെല്ലാ തരത്തിലും നമ്മളെ എല്ലാവരെയും ആ ഒരു കാലഘട്ടത്തിൽ രസിപ്പിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കംപ്ലീറ്റ് ഒട്ടുമിക്ക സോങ്സിൻ്റെയും രാജാവായിട്ടുള്ള ശ്രീ അലക്സ് പോൾ സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സർ നമസ്കാരം, വെൽക്കം ടു ദി ഷോ. സർ, നമുക്ക് സാറിൻ്റെ കുട്ടിക്കാലം മുതലുള്ള കഥകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എനിക്കറിയാം സാറിന് ഒരു നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് ഫാമിലി തന്നെ ഒട്ടുമിക്ക ആളുകൾ കലാകാരന്മാരാണ്. സോ എപ്പോഴെങ്കിലും എന്താ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നെങ്കിൽ, അതായത് ഒരു കലാവാസന ഇല്ലാതിരുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടോ അതല്ലെങ്കിൽ സാർ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് സാറിന് മനസ്സിൽ തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും സാഹചര്യം പ്രധാനപ്പെട്ടാണ്. ഏതൊരു വ്യക്തിയുടെയും സാഹചര്യം മാത്രമായിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാനെ. അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ഞാൻ മ്യൂസിക് ഡയറക്ടറായി, എൻ്റെ ചേട്ടൻ നടനായി, ഒക്കെ മാറിയല്ലേ. ചേട്ടൻ ഡയറക്ടറും കൂടിയാണ്. അതെ. അപ്പോൾ സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട തന്നെയാണ്. നമ്മൾ ആ ഒരു കുട്ടിക്കാലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എത്രത്തോളമാണ് നമ്മുടെ ഒരു ഗ്രോത്തിലേക്ക്, ഫ്യൂച്ചറിലേക്ക്? സാറിന് എത്രത്തോളമാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചോളം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം നടക്കുന്നത് പോലും നമ്മൾ ഏതൊരു പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈശ്വരൻ്റെ പദ്ധതി പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈശ്വരൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ദൈവവിശ്വാസിയൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആയിരിക്കണ്ട. അതായത് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ എന്തോ ആണ്. വേറെ വ്യക്തി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, മനുഷ്യനാണ് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം ഒക്കെ ഉള്ളത്. ശരിക്കും അതെല്ലാം ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം തീരുമാനിക്കപ്പെട്ട തന്നെയാണ്. ആദ്യത്തെ മഹാസ്ഫോടനം ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഓരോ കാര്യങ്ങൾ എന്നുള്ളതാണ്, ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ടാണ് 2016 ശേഷം ഇത്രയും നാളായിട്ടും ഒരു മൂവിയിലും ഡയറക്റ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും ചേട്ടനെ സ്നേഹിക്കുന്ന ഒത്തിരി മലയാളികൾക്കുള്ള ഒരു ഡൗട്ടാണത്. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ സംഗീതത്തിൻ്റെ പവർ ഞാൻ കേട്ടിട്ടുള്ളത്, ചെറുപ്പം മുതലേ ഞാൻ കേട്ടിട്ടുള്ളത്, പാട്ടുകൊണ്ട് സംഗീതം കൊണ്ട് മഴ പെയ്യിക്കുന്നു, വിളക്ക് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കേൾക്കലേ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നടക്കുന്നില്ല. പലവരും തെറാപ്പി ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, ഒന്നും നടക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെയൊക്കെയുള്ള ഒരു യാത്രയിലായിരുന്നു ഇത്രയും. പക്ഷെ ഒരു 16-17 വർഷത്തോളമായി ഇപ്പോൾ.
ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ടാണ് വിചാരിക്കുന്നത്. അത്രയും വർഷം ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഇതൊന്നുമല്ല സംഗീതം കൊണ്ടിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് വെറുതെ പാട്ടിലൂടെ പോലും കഴിയും. അപ്പോൾ അതിനെങ്ങനെയാണ് സാധിക്കുന്നത്? അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. ഒരു പാട്ട് കൊണ്ടിട്ട് കൊള്ളാട്ടോ അങ്ങോട്ട് എന്നെ കുറെ പൊക്കിക്കൊണ്ട് നടന്നൊരു കാര്യമുണ്ട്. ഒരു പാട്ട് കൊണ്ടിട്ട് അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥ വന്നാൽ വലിയ കാര്യമല്ലേ. പണ്ട് ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ടായിരുന്നു, അത് നെഗറ്റീവായുള്ള ഒരു കാര്യമാണത്, എങ്കിൽ പോലും പറയണം, അതിൻ്റെ പവർ പറയാണ്. ആ പാട്ട് കേട്ടതിന് ശേഷം ആ പാട്ട് കേൾക്കുന്നവർക്ക് ആത്മഹത്യയായിരുന്നു. അവസാനം ആ പാട്ട് നിരോധിച്ചു, അത് പാടില്ല എന്ന് പറഞ്ഞു. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വശമുണ്ടല്ലോ, പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ നന്നാവുന്നു, വേറെ ലെവലിലേക്ക് എത്തുന്നു, വേറെ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു തലമില്ലേ. അപ്പോൾ അതിന് നമ്മളെപ്പോലുള്ള ആൾക്കാർ ശ്രമിച്ചില്ല, പിന്നെ ആരാ ശ്രമിക്കേണ്ടത്? അതെങ്ങനെ പറ്റുമോ? അത് വെറുതെ വീട്ടിലിരുന്നാൽ പറ്റുമോ? പറ്റില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുണ്ടാവുന്ന മ്യൂസിക്കിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാനെല്ലാം ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി. സിനിമയിൽ നിന്നും കോൾസ് ഒന്നും വന്നില്ല? ഞാൻ ഫോൺ നമ്പറൊക്കെ മാറ്റി തൽക്കാലത്ത്. വൈഫ് അറിയണ്ട, ഞാൻ അറിയാണ്ട് ഫോൺ നമ്പർ മാറ്റി, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. ഫോൺ നമ്പറൊക്കെ മാറ്റുകയും അതിനുവേണ്ടി തെറാപ്പി പ്രോഗ്രാംസും ഒക്കെ ചെയ്യാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് ഇവിടെ തെറാപ്പി നടന്നതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതെല്ലാം എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പണമായിട്ടല്ല, അത് ഞാൻ പഠനമാണ്. അപ്പോൾ അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കണ്ടെത്തിയ ഒരു കാര്യങ്ങളുമായിട്ടായിരിക്കുള്ളൂ എൻ്റെ അടുത്ത പാട്ടുകളെയും അങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ പാട്ടുകൾ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതായത് ഇപ്പോൾ ക്ലാസ്മേറ്റ്സ് ചെയ്യണ സമയത്ത് അതിലെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, സാറിന് വിഷമമെന്നറിയാം, എന്നാലും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ തുറന്ന് പറയുന്ന ആളാണ്, പറഞ്ഞോളൂ വേറെ ഒന്നുമില്ല, എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാറേ എന്ന് പറഞ്ഞു. പാട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ പടത്തിലെ ആദ്യത്തെ പാട്ടാണ്, രാജ് ജോസിൻ്റെ പടത്തിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് കേട്ട് ആ പടത്തിൽ ആദ്യത്തെ കമ്പോസ് ചെയ്ത് സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് എൻ്റെ കൽബില്, അപ്പോൾ ഞാൻ ക്ലാസ്മേറ്റ്സിലെ എൻ്റെ കൽബിലാണ് പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഈ പാട്ട് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണ്, മാഡത്തിന് നല്ല പാട്ട് വേണമെങ്കിൽ ലളിതാനങ്ങൾ ഇറക്ക്, അതല്ലേ പറ്റുള്ളൂ. മാഡത്തിന് ഇഷ്ടമുള്ള പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് തരാൻ, പൈസ എനിക്ക് തന്നാൽ മതി. ഇതാ പടത്തിന് വേണ്ടിയുള്ളതാണ്. ആ പടത്തിന് വേണ്ടിയുള്ള ഒരു പാട്ടാണ് നമ്മൾ ചെയ്യണത്. ആ പടമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് വേണ്ടത്, അല്ലാത്തതല്ല എന്ന് പറഞ്ഞു. അത് പിന്നീട് ഞാനത് ചാനലിൽ എന്തായിട്ട് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട്, സോറി ഇങ്ങനെ കളിയാക്കല്ലേ, എന്താ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പറയുമ്പോഴേക്കും ഓർക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താണ് എനിത് പറയുന്നത്. ഇപ്പോഴും അവരെന്നോട് ദേഷ്യം വരുമായിരിക്കും. അവരെ തെറ്റല്ല കേട്ടോ, അവർ സത്യസന്ധരാണ്, അവർക്ക് തോന്നിയ ഫീലാണ് ആ പറഞ്ഞത്, മനസ്സിലായോ? എൻ്റെ കേൾവിൽ ഒന്നും തോന്നിയില്ല എന്നല്ല, പക്ഷെ ആ പടമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ആ കഥാപാത്രമായിട്ടെല്ലാം ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അത് വലുതായത്. അതായത് എവിടെയാണ് വെക്കുന്നത് അനുസരിച്ചിട്ടാണ് അതിന് പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് നമ്മൾ ആരും അറിയാണ്ട് ബ്രോഡ്വേയിലോ അല്ലെങ്കിൽ എറണാകുളത്ത് എവിടെയെങ്കിലും സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആരും അറിയ പോലും ഇല്ല, അല്ലേ? പക്ഷെ അത് നേരത്തെ അറിയിക്കുകയും എല്ലാം ചെയ്തിട്ട് അവർ വരുമ്പോൾ വേറൊരു ഇതായിട്ട് തോന്നും. വരുന്നത് കാണുമ്പോൾ തന്നെ എന്തോ നമ്മൾ ഭയങ്കര ഗ്രേസ് ആണ്ടാന്നൊക്കെ പറയും കാണുമ്പോൾ, അല്ലേ? അപ്പോൾ അത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ഞാൻ കരുതി, ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള പൊസിഷനിലുള്ള പാട്ടുകൾ ഉണ്ടാക്കണമെന്ന് ഞാൻ തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് കിടക്കാം. സെഗ്മെന്റിന്റെ പേര് പാട്ടിന്റെ വഴി എന്നാണ്. അപ്പൊ ഞാൻ അതിൽ ഓരോ ചേട്ടൻ ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകൾ പറയും. അപ്പൊ ആ പാട്ടിന്റെ വഴി പറയാ, ലൈക്ക് എന്തെങ്കിലും പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കുന്ന എന്താണോ അത് പറയാ. നമ്മുടെ ഫസ്റ്റത്തെ മൂവിയിൽ തന്നെയാണ് ഓസൈന ഓസൈന എന്ന് പറയുന്ന സോങ്. ഓസൈന എന്നുള്ള പാട്ട് ഇത് പെട്ടെന്ന് പറയണ്ടാണോ, സ്പീഡിൽ പറയണ്ടാണോ? ഇല്ല അവകാശം പറഞ്ഞാൽ മതി. ഓക്കെ. ഓസൈന ഓസൈന എന്ന് പറയുന്ന ആ പാട്ട്, അതിന്റെ പിന്നിൽ ഉള്ള കഥ ഭയങ്കര രസമാണ്. എൻ്റെ ആദ്യത്തെ പാട്ടാണത്. ആദ്യമായിട്ട് സിനിമയിൽ ഓർക്കസ്ട്രേഷൻ ചെയ്ത് പുറത്തിറങ്ങിയ പാട്ടാണ്. അതിനുശേഷമാണ് മറ്റുള്ള പാട്ടൊക്കെ ചെയ്തത്. 5 പാട്ടുണ്ടായില്ലേ. അപ്പോൾ ഈ പാട്ടില് ഒസൈന എന്നുള്ള വാക്ക് ഈശ്വരൻ എന്നുള്ള എൻ്റെ ഒരു പര്യായ വാക്കാണ്. അതായത് ഞാൻ എറണാകുളത്താണ് ജനിച്ചതെന്ന് പറഞ്ഞില്ലേ, അന്ന് അവിടെ സ്റ്റേഡിയം ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കുറെ കാബൂളികൾ, അവരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാബൂളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലമില്ല, അവർക്ക് ഇങ്ങനെ മാറി മാറി താമസിക്കും, ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്ന ആളുകളാണ്. അവർ രാത്രി കാലങ്ങളിൽ മലയാളം വേറൊരു ലാംഗ്വേജാണ് അവരുടെ. അപ്പോൾ അവർ രാത്രി കാലങ്ങളിൽ അവരുടെ ഭാഷയുടെ പേര് തന്നെ എനിക്കറിയില്ല, കയ്യിൽ കൂർത്ത മുള്ളുള്ള മോതിരം ഇടും, എന്നിട്ട് നെഞ്ചത്ത് ഇങ്ങനെ അടിച്ചോണ്ട് ഒസൈൻ ഒസൈൻ ഒസൈന ഒസൈൻ ഒസൈൻ പണ്ടിങ്ങനെ തീക്ക് ചുറ്റും ഇങ്ങനെ ഡാൻസ് ചെയ്യും അവർ. ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും.
അപ്പോൾ അവർ അങ്ങനെ പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ആർക്കും അറിയില്ല. അതിന് പകരം കർത്താവ്യം കൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോശമായി ആ പാട്ട് അല്ലേ. പിതാമാരും അറിയില്ല, സൗണ്ടിങ് ആയി. ആദ്യം ഞാൻ ഈശ്വരൻ്റെ വാക്ക് ഉപയോഗിച്ചെന്നായി അല്ലേ. ഓ, തുടക്കത്തിൽ ഒരു ഈശ്വരൻ ഉപയോഗിക്കുകയും ചെയ്തല്ലേ. അടിപൊളി. പിന്നെ ഇത് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ല, പുള്ളിക്കാരനാ അല്ലേ. പുള്ളിനെ വിളിച്ചു പോയി, പുള്ളിക്കിന് ഒരു മാർഗം. അതുകൊണ്ടായിരിക്കും എൻ്റെ പാട്ട് ഹിറ്റാണ്. ഹിറ്റാണ്. അതെ. ഓക്കെ, അടുത്തത് 1 2 3 4 സോങ് ലോലിപോപ്പില്. എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടാണത്. ഇഷ്ടല്ല? ഇഷ്ടമല്ല. അതെന്തുറ്റി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് പറയാനാണ്, എല്ലാവരും പറയും എല്ലാ കുട്ടികളെയും ഒരുപോലെയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയും. പക്ഷേ അത് പറയാത്തതുകൊണ്ടിട്ടാണ്, പറയണത് ശരിയല്ല എന്ന് വെച്ചിട്ടാണ്. ചില കുട്ടികൾ മര്യാദക്കൊന്നും ആകേണ്ട ഇതൊക്കെ വരുമ്പോൾ അവന് ഇഷ്ടമല്ല എന്ന് ഉള്ളിലുണ്ടാവും, പക്ഷെ പറയൂല അപ്പനന്മാർ അല്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ എനിക്ക് അത് വലിയ പാട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. 1 2 3 4 5 6 അതിന് വരുന്ന ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ എന്താ അടുത്ത ക്വസ്റ്റ്യൻ ആ സോങ് ഉണ്ട്. അപ്പൊ അത് ആക്ച്വലി ഇഷ്ടമല്ല, അതുകൊണ്ട് പറയാൻ താല്പര്യമില്ല. അല്ല, പാട്ട് ഹിറ്റായി, അതൊക്കെ ശരിയാണ്. അതെ. ഞാനൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ നോണ പറയാം, എന്ത് വേണം ചെയ്യാം. സത്യസന്ധമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്, മനസ്സിലായ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണ്ടേ. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അതേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യും, മനസ്സിലായ. ഒരു കള്ള് ഷാപ്പിലൊരു പാട്ടുണ്ടെന്ന് വിചാരിക്കാം. കള്ള് ഷാപ്പ് പാട്ട് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ അങ്ങനത്തെ പാട്ട് എനിക്ക് ചെയ്യേണ്ടി വരില്ലേ, ശരിയല്ലേ. അത്രേ ഉള്ളൂ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞേട്ടാ, അല്ലാണ്ട് വേറെ ഒന്നുമായിട്ട് എടുക്കരുത്. അതാണ് ഞാൻ എപ്പോഴും തന്നെ 1 2 3 മണി പാടി നടക്കാൻ എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് അല്ലാത്ത ഇത്തിരി നല്ല പാട്ടാണെങ്കിൽ, ഇപ്പൊ കൈ നിറയെ വെണ്ണതരാക്കി എനിക്ക് പാടി വെറുതെ ഒന്ന് പാടാനൊക്കെ തോന്നും. ഒരു പാട്ട് അതൊക്കെ തോന്നും നമുക്ക്, അതാണ് കാര്യം. അത്രേ ഉള്ളൂ കേട്ടോ, അതിന് വേറെ അർത്ഥം എടുക്കണ്ട. ഇല്ല, മനസ്സിലായി. അടുത്തത് വോട്ട്, നമ്മുടെ ക്ലാസ്മേറ്റ്സിൽ തന്നെ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് വലിയ പാട്ടായിട്ടൊന്നും അല്ല. അത് കേവലം കുറച്ച് മുദ്രാവാക്യങ്ങൾ കൊണ്ടിട്ട് പാട്ടായിട്ട് വേണ്ട, റീ റെക്കോർഡിങ് പോലെ മതി എന്നാണ് ലാൽ ജോസ് പറഞ്ഞത്. ആ പടത്തിൽ അങ്ങനെ ഒരു പാട്ടെന്നല്ല, അതായത് ശരിക്ക് ഷൂട്ട് ചെയ്തതിന് ശേഷം സിന്ദാബാദ് സിന്ദാബാദ് എന്നൊക്കെ പറയുന്ന സാധനം ചെയ്താൽ മതി. പക്ഷെ അതിന് പകരം നമുക്ക് ആദ്യം തന്നെ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അങ്ങനെ വിട്ടാൽ പോരാന്ന് തോന്നി. അതിനെ ഹിറ്റാക്കുന്നൊരു പാട്ടാക്കി മാറ്റണമെന്ന് വിചാരിച്ചിട്ട് ഞാനും ശരത്തും മനസ്സർപ്പിച്ചുകൊണ്ടിട്ട് ഇരുന്ന് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അടുത്തത് എൻ്റെ കൽബില്. എൻ്റെ കൽബിൽ ഇപ്പം എനിക്ക് ഇഷ്ടമല്ല, മതിയായി. കേട്ടിട്ട് മടുത്തോണ്ടാണ് ഇഷ്ടമില്ലാന്ന് പറയല്ലേ. ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല. ഇപ്പൊ എന്നെ ആളുകൾ പിടിച്ച് തല്ലും. ഇല്ല, ഇഷ്ടമല്ല ഞാൻ പറഞ്ഞാല് അതിനെന്താ, നമ്മള് ചെയ്തൊരു വർക്ക്. അങ്ങനെയല്ല, ഞാൻ ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ എനിക്ക് അവകാശമൊന്നുമില്ല. ഇപ്പൊ ജനങ്ങളുടെ പാട്ടാണത്. ഇപ്പൊ 10 പേര് എഴുതുന്നത് എനിക്ക് എൻ്റെ കൽബിൽ ഇഷ്ടമല്ല എന്ന് വരുത്തും പറയാം. അവൻ വെറുതെ അവനോട് ചിലപ്പോൾ ദേഷ്യം തോന്നും ചിലപ്പോൾ, അല്ലേ. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന പാട്ട് അങ്ങനെ പറഞ്ഞാൽ എന്തുപോലെ തോന്നും. അപ്പോൾ ഞാനത് കമ്പോസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ലല്ലോ. പക്ഷെ എനിക്ക് കേട്ട് ഇങ്ങനെ ഇതായിട്ടായിരിക്കാം. അതൊന്നും പോരാ, അതൊക്കെ അപ്പുറമുള്ള പാട്ടുകളൊക്കെ ചെയ്യണ്ടേ, അല്ലേ. പാട്ടുകൾ കൊണ്ടിട്ട് ആളുകൾ ആനന്ദത്തില് ആറാടണം, അല്ലേ. അടുത്തത് ചെല്ലത്താമര. നല്ല പാട്ടാണ് ചെല്ലത്താമര. ചിത്രയുടെ മനസ്സറിഞ്ഞ പാട്ടാണ്. അതായത് ചിത്ര നല്ല പാട്ടുകാരിയാണെന്നൊക്കെ അറിയാം, പക്ഷെ അതിലൊരു ഹിന്ദി പോർഷൻ ഉണ്ട്. ആ പോർഷൻ സംഗീത എന്ന് പറഞ്ഞൊരു കുട്ടിയെ പാടിയത്. അപ്പോൾ ചിത്ര എന്നെ വിളിച്ചിട്ട് അത് ചെന്നൈയിൽ വെച്ച് പുള്ളിക്കാരി പാടി അഴക്കുകയാണ് ചെയ്തത്. എനിക്ക് സമയം ഉണ്ടായില്ല, വേറെ പടത്തിൻ്റെ വർക്കിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ആ ഹിന്ദി പോർഷൻസ് പാടിയേക്കണം, നന്നായിട്ട് പാടിയിട്ടുണ്ടല്ലോ കുട്ടി, അതിൻ്റെ തന്നെ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അത് ഒരു സിംഗറും പറയാത്തൊരു കാര്യമാണത്. നന്നായിട്ട് പാടിക്കൊണ്ടിട്ട് ഇട്ടോട്ടെ എന്ന് ചോദിച്ചത്. ഞാൻ പാടണമെന്ന് ചോദിച്ചു. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ല മനുഷ്യർക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ അതും കൂടി പാടാനേ തോന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, നേരിട്ട് അതിനെക്കാട്ടും നന്നായിട്ട് പാടി പറ്റുമല്ലോ, ചിത്ര വിചാരിച്ച സാധിക്കും. അപ്പൊ ആ ഒരു പുതിയൊരു കുട്ടി വന്നോട്ടെ എന്ന് വിചാരിച്ചില്ലേ. അതുകൊണ്ടിട്ട് ഞാൻ വളരെ നന്ദിയോടെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആ കാര്യം കൊണ്ടുണ്ട് ചിത്രനെ. നമ്മളിപ്പോഴാണ് ഈ ഒരു കാര്യം അറിയണത്. അത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. കാരണം എന്താ വെച്ചാൽ നന്മകള് ചെയ്തത് അതെന്നും
ഈ ഇങ്ങനെ പറയാനുണ്ട്, നമ്മൾ മരണമില്ലാത്ത മനുഷ്യരായിട്ടാണ് ഇരിക്കേണ്ടത്. അതിനെന്താ വേണ്ടത്? ജീവിക്കുന്ന സമയത്ത് നന്മകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് മരിച്ചാലും ജീവിക്കുള്ളൂ. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ, അടുത്തത് അസലായി ആ പാട്ട് ഞാൻ പാടി നശിപ്പിക്കണില്ല. അസലായി ഒരു പുതിയ സിംഗർ പാടിയാണ്, നന്നായിട്ടുണ്ട്. ലോലിപോപ്പിൽ തന്നെ. അതെ അതെ അതെ. എന്താ വെച്ചാൽ അവനിപ്പോൾ അത്ര ടോപ്പൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് അല്ലെ അവന് വിഷമമാവും. പൃഥ്വിരാജ്. പക്ഷെ അവനിപ്പോൾ അമേരിക്കയിലായിട്ടാണ്. അവന് കുറേ സിനിമയിലൊക്കെ ഇപ്പോൾ നായകനൊക്കെ എന്തൊക്കെയായിട്ട് അഭിനയിച്ചു. ആ പാട്ടുകാരൻ കൊച്ചു പ്രദീപ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ് അസലായി. അത് അസലായി. അസലായി. അടുത്തത് മായാവിയിലെ മുറ്റത്തെ മുല്ലേ ചൊല്ല്. അത് ഞാൻ ശരത്തിനെ റെസ്പെക്റ്റ് ചെയ്ത് പോയ ഒരു പാട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാറ്റിനെ പറ്റിയാണ് ആ പാട്ട് പറഞ്ഞിരിക്കുന്നത്. മുറ്റത്തെ മുല്ല ചൊല്ല്, കാലത്ത് നിന്നെ കാണാൻ വന്നെത്തും തമ്പുരാനാരാരും. പക്ഷെ ഒരു സ്ഥലത്തും കാറ്റെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഭംഗി. ഒരു സ്ഥലത്ത് കാറ്റെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാറ്റിനെ പറ്റിയാണ് ആ പാട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സിനിമയിലും അങ്ങനെ തന്നെയാണ്. മായാവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ അറിയാണ്ട് ഒന്നും ഇതൊക്കെ ചെയ്തിട്ടും ആളെ കാണൂല, മായാവിയാണ് അല്ലേ? അയാളുടെ എഫക്റ്റ് ഉണ്ടാകും, പക്ഷെ ആളെ കാണിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്തയിലൊക്കെ പുള്ളി എഴുതണമെന്നുണ്ടെങ്കിൽ അത് അസാധ്യമായുള്ള ഒരു കഴിവുള്ള ആൾക്കേ പറ്റുള്ളൂ. ആ ഒരു സംഭവത്തിൽ ഞാൻ ശരത്തിനെ നമിച്ചിരിക്കുന്നു. അടുത്തത് കൈ നിറയെ വെണ്ണ തരാം. കൈ നിറയെ വെണ്ണ തരാം എന്നുള്ള പാട്ട് ഒരു ഫീമെയിൽ സോങ് ആയിട്ട് പാടേണ്ട പാട്ടായിരുന്നു. അത് വിസ്മയ സ്റ്റുഡിയോയിൽ ഒരു സിംഗർ അതിനുവേണ്ടി പാടാൻ വേണ്ടി വന്നു. പാട്ടുകാർ ആരാണെന്ന് ഞാനിപ്പോൾ പറയണില്ല. അവിടെ വന്നു, പാട്ട് പാടാൻ തീരുമാനിച്ചു. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് ഡയറക്ടറിന്റെ കോള് വരുന്നു, നമുക്കത് ഫീമെയിൽ സോങ് വേണ്ട, മെയിൽ സോങ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വന്ന സിംഗറിനെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വേറെ പടത്തിലൊരു പാട്ട് ഞാൻ കൊടുത്തു. അതിനെ പറഞ്ഞു വിട്ട്. അപ്പൊ തന്നെ തിരുവനന്തപുരത്തായിരുന്നതുകൊണ്ട് ജീവണവൽ അവിടെ ഉണ്ടായിരുന്നു. ജീവണനെ വിളിച്ചു വരുത്തിയിട്ട് പാടിക്കൊണ്ടിട്ടാണ്. അതിൽ ജീവണവല് നല്ല പാട്ടാണ്. അതിൽ ആ ചിരിയൊക്കെ ഭയങ്കര രസമാണ്. ചിരിയില്ലേ, അത് എനിക്ക് തോന്നുന്നത് ആ പാട്ട് വേറെ ആരും പാടി അത്ര ഭംഗിയാവില്ല, അതുപോലെ പാടിയിട്ടുണ്ട് അയാള്. അടുത്തത് മായാവിയിലെ തന്നെ ഒരു സോങ് ആണോ, സ്നേഹം തേനല്ല. അത് എന്താ പറയണത്, ശരിയല്ലേ? സ്നേഹം തേനല്ല, പിന്നെന്താണ് ലൈൻസ്? എന്താണ്? മോഹം കൈപ്പല്ല. മോഹം കൈപ്പല്ല. മോഹം കൈപ്പല്ലേ? തെറ്റാണ്ട്. കണ്ണീരും കൈലേസുമല്ല. അതെനിക്കറിയാം, കണ്ണീരും കൈലേസുമല്ല. പിന്നെന്താ? ഓ, ഞാൻ പാടിയാലും ചങ്ങാതിയല്ലേ എന്നാണ് പറയണത്. ചങ്ങാതിയുടെ കഥയാണല്ലോ. ചങ്ങാതിയാൽ വഞ്ചിക്കപ്പെടുന്ന ആളുടെ ഒരു കഥയാണ്. മമ്മൂക്ക വിശ്വസിക്കുകയാണ് ചങ്ങാതിയെ, അവനുവേണ്ടി മമ്മൂക്ക ജീവിതം കളയുന്നു, അത് അബദ്ധമാകുന്നു അല്ലേ? അപ്പൊ ആ ഒരു ഇതാണ്. അതൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, അസാധ്യമായുള്ള എന്താ പറയുക, പാണ്ഡിത്യത്തിന് അപ്പുറത്തായിട്ടുള്ള അനുഗ്രഹമുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന വരികളാണത്. ഒരു സിമ്പിൾ പാട്ടായിട്ട് അതിനെ എടുക്കരുത്. ഭയങ്കര വരികളാണ് അതെല്ലാം. ആ സിനിമ കഥയായിട്ടൊക്കെ വന്നോണ്ട് വെറുതെ ഒരു പാട്ടല്ല കേട്ടോ അത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതോടുകൂടി നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. അടുത്ത സെഗ്മെന്റിന്റെ പേര് പറയാതെ വയ്യാന്നാണ്. ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് പറയാം, അത് കേൾക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അത് പറയാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: മ്യൂസിക് വെച്ച് പാട്ട് എഴുതുന്ന പാറ്റേൺ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താ വെച്ചാല് ഡീറ്റെയിൽ ആയിട്ട് പറയണോ? തീർച്ചയായിട്ടും എന്നാൽ മതിയാ. യെസ്, ഡീറ്റെയിൽ ആയിട്ട്. അതായത് ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഒരു മ്യൂസിക് വരുന്നു, പിന്നെ അതിനുശേഷം ലിറിക്സ് എഴുതാൻ സമയം കിട്ടുന്നു. ലിറിക്സ് എഴുതുന്നവർക്ക് എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രചോദനം കിട്ടിയല്ലേ, ഒരു ട്യൂൺ കിട്ടുന്നുണ്ട്. ട്യൂൺ വരുമ്പോൾ അറിയാണ്ട് അതിനൊപ്പിച്ച് വരികൾ വരാനുള്ള എളുപ്പമുണ്ട്. മറ്റങ്ങനെയല്ലോ, ഇല്ലായ്മ നിന്ന് ഉണ്ടാക്കേണ്ട ലിറിക്സ് എല്ലാം. അങ്ങനെ ലിറിക്സ് ഉണ്ടാക്കിയാൽ തന്നെ ചിലപ്പോൾ അത് ട്യൂൺ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് വരണമെന്നില്ല. അങ്ങനെ മാറ്റിയിട്ടുണ്ടോ? ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ല, ആദ്യം ട്യൂൺ ചെയ്തിട്ടാണ് ലിറിക്സ് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഗുണകരമാണത്. പുതിയ മെത്തേഡ് ഗുണകരമാണ്. ഇപ്പൊ വന്നിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നല്ലതിന് വേണ്ടി തന്നെയാണ് അത്, തീർച്ചയായിട്ടും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിറിക്സ് കിട്ടിയപ്പോൾ എനിക്ക് നല്ലതാണെന്ന് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്യാൻ. ശരി, അടുത്തത് ചില ഗാനരചയിതാക്കളുടെ വരികൾ സംഗീതത്തിന്റെ തനത് ഭംഗി നശിപ്പിച്ചിട്ടുണ്ട്.
എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയായിട്ടും സംഭവിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനത് സമ്മതിക്കില്ല. തനത് ഭംഗി എന്ന് പറയാനായിട്ട് നമുക്ക് തോന്നണ കാര്യങ്ങളാണത്. ശരിയും തെറ്റും വേറെ കാര്യം. ഞാനൊരു സംഗീത സംവിധാനമാണെങ്കിൽ ആ സിറ്റുവേഷന് പറ്റുന്ന ട്യൂൺ കഴിഞ്ഞു, ലിറിക്സ് എല്ലാം ആ കൾച്ചറും എല്ലാം ചേർന്ന രീതിയിൽ ഉള്ള വരികൾ വേണമല്ലോ. അപ്പം അത് എത്തുന്നവരെ ഞാൻ അതിനോടൊപ്പം നിൽക്കും. അതല്ല പറഞ്ഞു അതിലേക്ക് കൊണ്ടുവരും. അപ്പം അതനുസരിച്ചിട്ട് എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. സിനിമയിലെ പോലെ 100% സഹകരിക്കുന്ന ഒരു മേഖലയിലും ഇല്ല കേട്ടോ. മറ്റുള്ള സ്ഥലത്തേക്കാണ് വഴക്കിട്ടൊക്കെ പോകും. ആ പ്രശ്നമൊന്നുമില്ല. അവർ ശരിയായുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കും. പിന്നെ ദൈവം സഹായിച്ച് എൻ്റെ പാട്ടുകളൊക്കെ ഹിറ്റാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതിന് അർത്ഥം ഉണ്ടെന്ന് അറിയാം. അതാണ് കാര്യം. മ്യൂസിക്കൽ ഡയറക്ടേഴ്സിന് പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തത് പോലെ തോന്നിയിട്ടുണ്ട്. കൂടുതലാണോ? ശരിക്കും പിന്നെ തീർച്ചയായും നമ്മളാരാണ് ശരിക്ക് പറയില്ല, എല്ലാം ഈശ്വരന്റെ കഴിവാണെന്നൊക്കെ പറയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ മ്യൂസിക്കിന് ഒരു ജീവൻ വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് അതൊക്കെ ശരിയാണ്. ഈ ശ്രോതാക്കളില്ലെങ്കിലാ. ഞാൻ നല്ല പാട്ടുകൾ ചെയ്ത് ഇപ്പൊ തന്നെ ക്ലാസ്മേറ്റ്സിലെ പാട്ടുകളെല്ലാം വിജയിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്തിനാലും അഹംഭാവം കാണിക്കണത്? അത് നമ്മളെ മലയാളികളുടെ വിജയമാണ്. എന്താണെന്നറിയാമോ? മെലഡികള് ഇഷ്ടപ്പെട്ടില്ലേ മലയാളികള്? ആ ലെവലിൽ അവർ അത്രം സംഗീതത്തിലൊരു ഉയർന്ന മനസ്സുള്ളവരാണ് അല്ലേ? അതുകൊണ്ടിട്ടാണ് ആ പാട്ടുകൾ ഹിറ്റായത്. അത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടിട്ട് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട് കേൾവിക്കാർ തന്നെയാണ്. അവർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പാട്ടുണ്ടാക്കണത്. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ട് അവരിഷ്ടപ്പെടുമ്പോൾ അതിനർത്ഥം എന്താ? ഞാൻ ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റുന്നുണ്ട്, അങ്ങനത്തെ ഒരാളാണെന്നുള്ളത് തന്നെയാണ്. അവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അത്രയൊക്കെ മതി. അതിനെ കൂടുതലൊന്നും ആരും നമ്മളെ അംഗീകരിക്കാനോ അല്ലാണെങ്കിൽ പൊക്കിക്കൊണ്ടോ അങ്ങനെ പൊങ്ങാനൊന്നും പറ്റും. അങ്ങനെ എനിക്കും സാധിക്കില്ല. എന്നെ കുറെ ആൾക്കാർ കഴിഞ്ഞാൽ പൊങ്ങയും കുറെ ആൾക്കാർ താന്നു പോയൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ. അടുത്തത്, ചില നല്ല പാട്ടുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാതെ വന്നത് നിരാശ സൃഷ്ടിച്ചിരുന്നു. തീർച്ചയായിട്ടും. അത് അങ്ങനെ ചില പാട്ടുകളെ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പാട്ട് ഒന്നുമില്ല, ചാനലിലൊന്നും വന്നില്ല. പിന്നെ അങ്ങനെ ആളുകൾ കേൾക്കണം, അങ്ങനെ ആയിപ്പോയി. അങ്ങനെ സംഭവമുണ്ട്. അതായത് അതിന്റെ പടത്തിന്റെ പേര് മാഡ് ഡാഡ് എന്നുള്ള സിനിമയില് ചെല്ലപ്പാപ്പ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ചാനലിലും റേഡിയോയിലോ ഒന്നും വന്നില്ല. പലരും ചാനലിൽ നിന്നൊക്കെ എടുത്ത് കളഞ്ഞു, മാറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവം കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. അല്ല, അങ്ങനെ എന്തോ സന്ദർഭങ്ങള് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. രാഷ്ട്രീയമായിരിക്കാം, എന്നോടുള്ള സംഭവമൊന്നും അല്ല. അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് കേട്ടാലല്ലേ ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ പോലും അതിന്റെ വിഷ്വൽസ് കാണുന്നില്ല. ഇപ്പൊ അതവിടെ പോയി. അതിന്റെ വിഷ്വൽസ് കാണുന്നില്ല, പാട്ട് മാത്രമായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാനവതി എന്നൊരു രാഗത്തിലാണ് അത് ചെയ്തത്. ചിത്രയും ജയന്തനും കൂടിയാണ് പാടിയത്. അവർ രണ്ടുപേരും ലോകത്ത് എവിടെയൊക്കെ ചെല്ലാം അവിടെ ചെന്നിട്ട് അലക്സ് പോൾ സാർ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പാട്ടാണത്. ഇതുവരെയായിട്ട് ഈ രാഗത്തിൽ ആരും പാട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലായിടത്തും പോയി പറയുമായിരുന്നു. മനസ്സിലായോ? അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, രസകരമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം ഫൈനലി ഇപ്പം ഞാൻ അടുത്ത ദിവസം ഞാൻ നോക്കിയപ്പോൾ അത് നമ്മളുടെ സോഷ്യൽ മീഡിയ ചാനലിൽ പോലും അതിൻ്റെ വീഡിയോസ് കാണുന്നില്ല. അതോടെ പോയി. അപ്പോൾ അതിൽ ഞാനതിനെ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ട് ഒന്നും ചിന്തിക്കണില്ല. പക്ഷെ എന്നാലും ഒരു വിഷമമല്ല, അതെന്തുകൊണ്ടാണ് നമുക്കത് അറിയില്ല. അതായത് അത് ഒരു പരിധിവരെ തെറ്റാണത്. ഞാൻ ചെയ്തുകൊണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്. അതായത് ഈ അപൂർവമായ രാഗങ്ങൾ, ആരും ഉപയോഗിക്കാത്ത രാഗങ്ങൾ എടുത്തിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാട്ട് ചെയ്ത് ഹിറ്റാണ്. എന്നറിയാമോ? തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി തക്കിട്ട തക്ക ധീമി തോം തുടി താളം. ആ പാട്ട് ഹിറ്റായി. അതിൻ്റെ പിന്നിൽ കഥയുണ്ട്. ഞാൻ എൻ്റെ ഇത് കൊണ്ടിട്ടല്ല അത്. ആ താളത്തിൽ കുറച്ച് പാട്ടേ ഉള്ളൂ. ആ താളത്തിൽ പണ്ട് പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ താളം ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. വെസ്റ്റേണിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന താളമല്ല അത്. പക്ഷെ ഇവിടെ ഈ താളത്തിൽ ഒരുപാട് ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടില്ലേ, അല്ലിയാമ്പൽ കടവിലെന്നര
കേട്ടില്ലേ പാട്ട്? അത് ഈ താളത്തിലാണ്. അപ്പോൾ ആ താളം ആളുകൾക്ക് അങ്ങനെ പല ആൾക്കാരും ഉപയോഗിച്ച് വന്നിരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ അതും കൂടി വന്നുകൊണ്ടിട്ടാണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അല്ലേ? അപ്പോൾ ആദ്യം ഒരാൾ അങ്ങനെ ഒരു ആരും ചെയ്യാത്ത രാഗത്തിലൊരു പാട്ട് ചെയ്തു, അത് കേൾക്കാൻ രസമുണ്ട് എല്ലാം ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് ആ രാഗത്തിൽ ആൾക്കാരെ പാട്ട് കമ്പോസ് ചെയ്യുകയും പിന്നീട് കൂടുതൽ ഫെമിലിയർ ആവുകയും ചെയ്യുള്ളൂ. ഒട്ടും പരിചയമില്ലാത്തൊരു സാധനം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹിറ്റാവണമെന്നില്ല. ജീവിതത്തിലും അങ്ങനെ, സിനിമയിലെ സിറ്റുവേഷൻസും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും പരിചിതമല്ലാത്തൊരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ നിന്നും വെള്ളമൊന്നും വരില്ല, വിഷം വരില്ല. രാംജി റാവ് സ്പീക്കിങ് മലയാളത്തിൽ ഭയങ്കരമായിട്ട് വിജയിച്ചു. ഒരു ഫോണിൻ്റെ കഥയാണല്ലോ, അത് ഫാസിൽ സാർ അതിമനോഹരമായിട്ട് തമിഴിലെടുത്തു. അവിടെ ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ മിസ് കോൾ വരുന്നതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. അത്ര അവർ മലയാളത്തിൽ ഒരായിട്ടുണ്ടായിരുന്നില്ല അന്ന്. ഇന്ന് മാറിപ്പോയി, അതാ കാര്യം. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ കറക്റ്റായുള്ള സമയത്ത് വരുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട നേരം ഓപ്പോസിറ്റുള്ള സംഭവം ഉണ്ടായി. ഒരിക്കലും അതിൽ എന്നോടുള്ള ഒരാൾക്കും ഒരുത്തണ്ടായിട്ടാണെന്ന് ഞാൻ 1% പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല ഒരിക്കലും. അതിലെന്തോ രാഷ്ട്രീയ കളി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്തത്, നിർമ്മാതാവിന് ഇഷ്ടപ്പെടാതെ പോയ ചില പാട്ടുകൾ സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരുന്നു. നിർമ്മാതാക്കൾ ഒരിക്കലും ഇതിലേക്ക് വരാറില്ല. ഇല്ല, പ്രൊഡ്യൂസേഴ്സ് അറിയാറില്ല. നിർമ്മാതാക്കളുടെ ഒരു കാര്യം പറഞ്ഞില്ല, എൻ്റെ കൽവിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മാറ്റാൻ അവിടെ പ്രൊഡ്യൂസറിനെ അതിലൊന്നും കൈയടത്താൻ പറ്റില്ല. ഡയറക്റ്റാ തീരുമാനിക്കുന്നത്. മ്യൂസിക് ഡയറക്ടറാണ് മ്യൂസിക് ഡയറക്ടർ തീരുമാനിക്കും. എൻ്റെ അടുത്ത് മിക്ക ഡയറക്ടേഴ്സ് തോന്നുന്നു നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ചില പാട്ടുകൾ ദൃശ്യ മികവ് ഇല്ലാതെ പോയത് കൊണ്ട് ഹിറ്റ് ആവാതെ വന്നിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർ സിനിമ കണ്ടിട്ട് പറയും ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല എന്ന് പറയും. ഇവനെന്തിനാ വിചാരിക്കണത് അല്ലേ? അത് നമുക്ക് അവകാശമില്ലാന്നേ. അത് ഡയറക്ടറുടെ പണിയാണത്. നമ്മുടെ പാട്ട് കോപ്പി അടിക്കപ്പെടുന്നത് കണ്ട് വിഷമം തോന്നിയിട്ടുണ്ട്. വിഷമമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ സംഭവം എൻ്റെ കൽബിൽ ഏതൊരു ലാംഗ്വേജിൽ ഒരു തന്നെ വിളിച്ചു വെച്ചിട്ട് അവന് വിഷമം തോന്നി. അവൻ വേറെ ആളുടെ പേരിട്ടിട്ട് ഒരുപാട് ഭാഷകളില്ലേ, 100-200 ഭാഷകളുണ്ട് ഇന്ത്യയിൽ തന്നെ. ഏതൊരു ഭാഷയിൽ സിനിമയില് എൻ്റെ കൽബിലെ വെച്ചിട്ട് ഒരു പാട്ട് കണ്ടപ്പോട്ട് അവന് ഭയങ്കര വിഷമം. സാറ് കേസ് കൊടുക്കണം അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞു. അവൻ ആ ശരിയുടെ മോനെ അവനെ സാധിപ്പിക്കാണ്ടി പറഞ്ഞു. അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ചില ഗായകർ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഇല്ല, എല്ലാരും ഓക്കെ ആയിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സിനിമ ഇൻഡസ്ട്രിയിൽ ഗുരു ശിഷ്യ ബന്ധം എന്നുള്ള ഒരു സംഭവം കീപ്പ് ചെയ്യുന്ന ഒരു മേഖലയാണ് സംഗീത മേഖല. വേറെ ഒരു സ്ഥലത്തും ഇല്ല. നടന്മാര് തന്നെ ഒരു ഡയറക്ടർ നടനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ വലിയ ആളായി കഴിയുമ്പോൾ ചിലപ്പോൾ ഡയറക്ടറെ ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അതാരും കുറ്റമല്ല, അങ്ങനെ ആയിപ്പോയി. ഇവിടെ അങ്ങനെയല്ല. ഈ സംഗീതത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് ഗുരുശിഷ്യ ബന്ധത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഗുരുത്വം എന്ന് പറഞ്ഞതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടിട്ട് തന്നെ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് എപ്പോഴും. അതാണ് കാര്യം. റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായി വിളിച്ചിട്ട് പോകാതെ ഇരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടോ? അതെന്തുകൊണ്ടാ പോകാതിരുന്നത്? പോകേണ്ടിരുന്നത് സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. റിയാലിറ്റി ഷോവിനോടെന്ന് വെച്ചാൽ നല്ലതല്ലെന്നൊന്നും പറയാനില്ല. വിധി പ്രഖ്യാപിക്കായിട്ട് നമ്മളാരാണെന്നേ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളാരുമല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്താ അങ്ങനെ ഒരാളൊക്കെ വേണ്ടി വരും. എനിക്കത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ട്. ഒരാളെ വേദനിപ്പിക്കണേണല്ലേ. ഇപ്പൊ 2 കുട്ടികളുണ്ട്, 2 എന്നെ പിള്ളേരാണ് അല്ലേ. അതിലൊരുത്തന്നെ ഇത്തിരി പാടിയപ്പോൾ തെറ്റിപ്പോയി. ആ സമയത്ത് മാത്രം ഇവന് ഫസ്റ്റ് ഇവന് സെക്കൻഡ് എന്നൊക്കെ പാണ്ട് അത് ഞാൻ അതിനെ എതിർക്കണം എന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പിള്ളേർക്കൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്കത് അതിനോട് ബുദ്ധിമുട്ട്. ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ എന്നെയാണ് വിളിച്ചത്, ഞാനത് പോയില്ല. പക്ഷെ പിന്നീട് കുട്ടികളുടെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് അനുഭവിച്ചറിയാൻ വേണ്ടി മാത്രം സൂര്യ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ റിയൽ ഷോയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഞാൻ വളരെ 100% സത്യസന്ധനായിട്ടാണ് നിന്നെങ്കിൽ പോലും ഒരിക്കൽ ചെറിയൊരു മൂഡോട്ടൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പാരൻസിൻ്റെ ഇടയിൽ. അപ്പം ഞാൻ പോയി തന്നെ എല്ലാവരും വിളിച്ചു വരുത്തി. അന്നത് ഷൂട്ടിങ് നിർത്തി വെച്ചു. എന്നിട്ട് പാരൻസിനെ വിളിച്ചിട്ട് ഞാൻ പോയി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ മനസ്സ് പറഞ്ഞു ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതിൽ 1% പോലും എന്നെ വിശ്വാസവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഞാൻ ഇന്ന് തന്നെ നിർത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ലേറ്റ് ആയതുകൊണ്ടിട്ട് ഇവർക്ക് വേണമെങ്കിൽ എൻ്റെ എതിരെ കേസൊക്കെ കൊടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും കണ്ടപ്പോഴും സാറിനോട് ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നപ്പോൾ ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മളത് കൈകാര്യം ചെയ്തത്. അല്ലാണ്ട് ആ കരച്ചിലിനെ നമ്മൾ കച്ചവടമാക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ അതിനൊന്നും തെറ്റെന്നൊന്നും പറയണില്ല കേട്ടോ. പക്ഷേ അത് ഓരോരുത്തരുടെ മനസ്സല്ലേ, എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കും. ചില പാട്ടുകൾക്ക് മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും വേണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. നിർബന്ധമല്ല, പടത്തിന് ആവശ്യമാണെങ്കിൽ വേണ്ടേ. ഇപ്പോ എൻ്റെ ഗൽബിലെ എന്നുള്ള പാട്ട് മെയിലും ഫീമെയിലും ഇല്ലേ, 2 വേർഷൻ പാടിയിട്ടില്ലേ. ചില പാട്ടുകൾ പടത്തിലേ ഉണ്ടാവില്ല, പക്ഷേ ക്യാസറ്റിന് വേണ്ടിയിട്ട്, പണ്ട് ക്യാസറ്റ് ആയിരുന്നു, പിന്നെ CD ആയിരുന്നു, ഒക്കെ ആണല്ലോ. അതിന് വേണ്ടിയിട്ട് ചിലപ്പോഴെങ്കിൽ വേറെ ഒരാളെ കൂടി ഒരു വേഷം ചില പാടിയിട്ടെന്ന് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്, പാട്ടിന് നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അഭിനേതാക്കൾ പാട്ട് പാടുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അഭിനേതാക്കളെന്നല്ല, ആരാണെങ്കിലും നന്നായിട്ട് പാടണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ അഭിനേതാക്കൾ പാടുന്നതുകൊണ്ട് പ്രശ്നമില്ല, എല്ലാവരും സെയിം അല്ലേ. നമുക്ക് വേണ്ട എന്താണ്, ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആരാണെന്ന് നോക്കുക. അതെൻ്റെ മോനല്ല, വേറൊരുത്തരാണെങ്കിൽ അവനെ കൊണ്ട് പാടിക്കണം, മോനാണെങ്കിൽ അവനെ കൊണ്ട് പാടിപ്പിക്കണം അല്ലേ. അതാണ്, അത് നന്നാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ അതിനോട് സത്യസന്ധരാകുക, അതാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇട്ടും, നാളെ അറിയില്ല. ചില പാട്ടുകളോട് ആരൊക്കെയോ നീതി പുലർത്താതെ പോയി എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ല, എല്ലാ പാട്ടുകളെല്ലാം എല്ലാവരും നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത്. അപ്പൊ നീതിയുടെ മറ്റുള്ള പണി പോലെ അല്ലല്ലോ ഒരു വീട് പണിയുമ്പോ, അങ്ങനെയല്ല, ഇതൊരു കലയല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് ഡയറക്ടേഴ്സ് ഒക്കെ മാക്സിമം എങ്ങനെ നന്നാക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ അടക്കുകയാണ്. അത് ഇനി പ്രതീക്ഷകൾക്കപ്പുറം കരിയർ ഹിറ്റായി മാറിയ ഒരു പാട്ടുണ്ട്. അങ്ങനത്തെ പാട്ടുണ്ടോ? ഉണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഉണ്ട് കേട്ടോ. അതായത് പാട്ട് ഏത് പാട്ടാണ്? ആ പാട്ടൊന്ന് പാടിത്തരാം. ആലോചിക്കട്ടെ, പാട്ട് ഓർക്കണില്ലെങ്കിൽ. ചില്ലുജാലക വാതിലിൻ തിരശീല ഞൊറിയുമ്പോൾ എന്നൊരു പാട്ടുണ്ട്, കേട്ടണ്ട? കേട്ടിട്ടില്ല? പാടാവും. അത് പാടാനുള്ള മൂഡിലല്ല. അപ്പോൾ ആ പാട്ട് മഞ്ചേരിയാണ് പാടിയത്. ക്ലാസ്മേറ്റ്സ് ക്യാസലിലുണ്ടായിരുന്നു. അത് അതിനോട് എനിക്ക് ഇഷ്ടം തോന്നി എന്താന്ന് വെച്ചാൽ, പടത്തിലൊന്നും ഇല്ലെങ്കിൽ പോലും റിയാലിറ്റി ഷോയിലൊരു കുട്ടി അത് പാടിയപ്പോൾ എൻ്റെ സിനിമയിലെ ഗുരുനാഥനാണ് ജോൺസൺ മാഷ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് എക്സലൻ്റ് ആയിട്ടുള്ള കമ്പോസിഷനാണ്, ഇത് ആരാണ് ഇത് കമ്പോസ് ചെയ്തത്. അപ്പോൾ അന്ന് കണ്ണൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമറായിരുന്നു എൻ്റെ കീബോർഡൊക്കെ വായിച്ചത്. കണ്ണൻ എഴുന്നേറ്റ് പറഞ്ഞു, സാറിൻ്റെ ശിഷ്യനാണോ? അപ്പൊ എൻ്റെ ഗുരുനാഥൻ എന്നെ അഭിനന്ദിച്ചത്, അല്ലാണ്ട് എൻ്റെ കേൾവിലെ വേറെ ഒന്നിനൊന്നും അഭിനന്ദിച്ചിട്ടില്ല, ഇതിനാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്കത് പ്രിയപ്പെട്ടതാണ്. പടത്തിലില്ല കേട്ടോ അത്, പക്ഷെ പലർക്കും അത് അറിയാം. പടത്തിലില്ല. ഇല്ല. ശരി. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് ചെയ്ത പാട്ട് ഏതാണ്? എല്ലാ പാട്ടുകളും സമയമൊന്നും അധികം കൊടുക്കാറില്ല. ഇല്ല. സമയം കൂടുതൽ കൊടുത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് പുണ്യവാൻ ഇസാക്കിനുണ്ടായ 2 മക്കൾ കുറെ സമയം എടുത്ത് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരുപാട് പെർക്കഷൻ ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗീത ഷോപ്പിലുള്ള ഏതാണ്ട് കംപ്ലീറ്റ് ഇൻസ്ട്രുമെൻറ്റും കൊണ്ടുവന്നിട്ട് അതെല്ലാം സാമ്പിൾ ചെയ്ത് ഉണ്ടാക്കി ചെയ്തതാണത്. ഒരുപാട് ലെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ടിമ്പനി പോലത്തെ ശബ്ദങ്ങൾ, ചെറിയ ശബ്ദങ്ങൾ, അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കുറെ സമയം എടുത്തു. ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇന്നും സിനിമയിൽ വരാതെ പോയ എൻ്റെ ഒരു നല്ല പാട്ട് മനസ്സിലൊരു ഓർമ്മയായി തുടരുന്നുണ്ട്. ഒന്നുമില്ല. ഇല്ല, എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മള്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ചെയ്യാനുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഫ്യൂച്ചറിലേക്ക്. അതെ. അങ്ങനെ ഒന്നും നന്നായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാലേ, പാട്ടൊക്കെ കമ്പോസ് ചെയ്തു, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ആ പാട്ടൊക്കെ ഉണ്ടാക്കി തുടച്ചിട്ട് കേൾക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കാറിന് പോകുമ്പോഴും
അങ്ങനെ റേഡിയോയിലും അതൊക്കെ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെയാണ് കേൾക്കാറ്. അറിയുന്നത്. ഓക്കെ. പലരൊക്കെ പറയും അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ലിറിക്സ് ഒക്കെ തന്നെ മറന്നു പോണതാ. അതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഞാൻ മറന്നു പോകും. പക്ഷെ ചില പാട്ടിൻ്റെയൊക്കെ ഒരു സർക്കസ് ആയി കൊണ്ടിട്ട് നമ്മൾ ഓർത്തിരിക്കും. അതാണ് കണ്ട് കിട്ട് പുറത്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അങ്ങനെ എഴുതാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ. അതെ അതെ അതെ. നമുക്ക് പറ്റാത്തൊരു കാര്യം വേറെ ആൾ ചെയ്യുമ്പോൾ രസമായിട്ട് തോന്നും. അപ്പൊ അതോടുകൂടി നമ്മുടെ സെഗ്മെന്റ്സ് എല്ലാം കഴിഞ്ഞു. താങ്ക് യു.